ഈശോയിൽ സ്നേഹമുള്ളവരെ, പൈശാചിക ശക്തികൾക്കെതിരെ അയർലൻഡിലെ വിശുദ്ധനായിരുന്ന വിശുദ്ധ പാട്രിക് ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിശക്തമാണ് ഈ പ്രാർത്ഥന. വിശുദ്ധ പാട്രിക്കിന്റെ മാർച്ചട്ട സംരക്ഷണ പ്രാർത്ഥന എന്നാണ് ഇതറിയപ്പെടുന്നത്. സ്വർഗത്തിന്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കുന്ന പ്രാർത്ഥനയാണിത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇത് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്നിറങ്ങൂ. മുതിർന്നവർ ജോലിക്ക് പോകും മുമ്പ് ഇത് പ്രാർത്ഥിക്കൂ. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തിന്മകൾക്ക് നിങ്ങളെ തൊടാനായിട്ട് പറ്റത്തില്ല. അനർത്ഥങ്ങൾ, അപകടങ്ങൾ മാറിപ്പോകും. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്കും ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. പ്രത്യേകിച്ച് വിദൂരങ്ങളിലായിരിക്കുന്ന മക്കളെയൊക്കെ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന എന്നെ എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ മക്കളുടെ പേര് പറഞ്ഞ് അവർക്കായി പ്രാർത്ഥിക്കാം. അവർക്ക് കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കട്ടെ. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം ശക്തമാണെന്നുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധമായ ത്രിയേക ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ശക്തമായ പുണ്യത്തിനും എല്ലാ മൂലകങ്ങളുടെയും സൃഷ്ടാവായ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിന്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തിനും ഞാൻ ഇന്ന് എന്നെ ഭരമേൽപ്പിക്കുന്നു. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും അവിടുത്തെ മാമോദീസായുടെയും ശക്തിക്കും അവിടുത്തെ കുരിശുമരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശക്തിക്കും അവിടുത്തെ ഉത്ഥാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും ശക്തിക്കും വിധിയാളനായുള്ള അവിടുത്തെ രണ്ടാം വരവിൻ്റെ ശക്തിക്കും ഞാൻ ഇന്ന് എന്നെ ഭരമേൽപ്പിക്കുന്നു. സേറാഫുകളുടെ സ്നേഹത്തിന്റെ ശക്തിക്കും മാലാഖമാരുടെ അനുസരണത്തിനും നിത്യസമ്മാനം ലഭിക്കാനുള്ള ഉത്ഥാനത്തിന്റെ പ്രത്യാശയ്ക്കും പാത്രിയർക്കീസ്മാരുടെ പ്രാർത്ഥനകൾക്കും പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾക്കും അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾക്കും കുമ്പസാരക്കാരുടെ വിശ്വാസത്തിനും കന്യകകളുടെ ശുദ്ധതയ്ക്കും വിശുദ്ധരുടെ പുണ്യപ്രവർത്തികൾക്കും ഞാൻ ഇന്ന് എന്നെ ഭരമേൽപ്പിക്കുന്നു. പിശാചിന്റെ കെണികൾക്കെതിരായും പാപത്തിന്റെ പ്രലോഭനങ്ങൾക്കെതിരായും പ്രകൃതിയുടെ ആസക്തികൾക്കെതിരായും അടുത്തോ അകലെയോ ഒറ്റയ്ക്കോ കൂട്ടമായോ എനിക്കെതിരെ തിന്മയൊരുക്കുന്ന എല്ലാവർക്കുമെതിരായും എന്നെ വഴി നടത്തുന്നതിനായി ദൈവത്തിൻ്റെ ശക്തിക്കും എന്നെ താങ്ങി നിർത്തുന്നതിനായി ദൈവത്തിൻ്റെ ബലത്തിനും എന്നെ പഠിപ്പിക്കാനായി ദൈവത്തിൻ്റെ ജ്ഞാനത്തിനും എന്നെ നോക്കുന്നതിനായി ദൈവത്തിൻ്റെ കണ്ണുകൾക്കും എന്നെ കേൾക്കുന്നതിനായി ദൈവത്തിൻ്റെ കാതുകൾക്കും എനിക്ക് സംസാരിക്കുന്നതിനായി ദൈവത്തിൻ്റെ വചനത്തിനും എന്നെ സംരക്ഷിക്കുന്നതിനായി ദൈവത്തിൻ്റെ കരങ്ങൾക്കും എൻ്റെ പാത ഒരുക്കുന്നതിനായി ദൈവത്തിൻ്റെ വഴികൾക്കും എനിക്ക് അഭയം നൽകാനായി ദൈവത്തിൻ്റെ പരിചയ്ക്കും എനിക്ക് പ്രതിരോധം തീർക്കാനായി ദൈവത്തിൻ്റെ സൈന്യത്തിനും ഞാൻ ഇന്ന് എന്നെ ഭരമേൽപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനും ശരീരത്തിനുമെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ ഉഗ്രശക്തികൾക്കെതിരായും വ്യാജപ്രവാചകന്മാരുടെ എല്ലാ വശീകരണ ശക്തികൾക്കുമെതിരായും തിന്മയുടെ എല്ലാ കറുത്ത നിയമങ്ങൾക്കെതിരായും ദൈവനിന്ദയുടെ എല്ലാ വ്യാജ നിയമങ്ങൾക്കെതിരായും വിഗ്രഹാരാധനയുടെ എല്ലാ കബളിപ്പിക്കലിനെതിരായും ദുർമന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും എല്ലാ ആഭിചാരത്തിനെതിരായും മനുഷ്യാത്മാവിനെ ബന്ധനാവസ്ഥയിലാക്കുന്ന എല്ലാ അറിവുകൾക്കെതിരായും ഈ പുണ്യങ്ങൾ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ വിഷബാധയിലും പൊള്ളലിൽ നിന്നും മുങ്ങി മരണത്തിൽ നിന്നും മുറിവുകളിൽ നിന്നും ക്രിസ്തുവേ എന്നെ ഈ ദിവസം നീ കാത്തുപരിപാലിക്കണമേ. ക്രിസ്തു എൻ്റെ കൂടെയായിരിക്കട്ടെ. എനിക്ക് മുമ്പേയും എനിക്ക് പിറകെയും എൻ്റെ ഉള്ളിലും എനിക്ക് കീഴിലും എൻ്റെ മുകളിലും ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വലത്തും എൻ്റെ ഇടത്തും എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലും എല്ലാവരുടെയും ഹൃദയത്തിലും
എന്നെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരുടെയും നാവിലും, എന്നെ കാണുന്ന എല്ലാവരുടെയും കണ്ണിലും, എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും കാതുകളിലും ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധമായ ത്രിയേക ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ശക്തമായ പുണ്യത്തിനും സൃഷ്ടാവായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തിനും ഞാൻ ഇന്നെന്നെ ഭരമേൽപ്പിക്കുന്നു. രക്ഷ കർത്താവിൻ്റേതാണ്. രക്ഷ ക്രിസ്തുവിൽ നിന്നാണ്. രക്ഷ, ഓ കർത്താവേ, എന്നേക്കും ഞങ്ങളോടൊത്ത് ഉണ്ടായിരിക്കട്ടെ. ആമേൻ.